ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. മോനെ പിക്ക് ചെയ്യാൻ കോയമ്പത്തൂർ വരെ ഒന്ന് പോണം. അവിടെയാണല്ലോ നമ്മുടെ സ്നോ ഫാന്റസി. അപ്പൊ അവിടെ കൂടെ ഒന്ന് പോവാന്ന് തീരുമാനിച്ചു. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് ഒരല്പം നേരത്തെ ഇറങ്ങണമായിരുന്നു. നമ്മൾ നേരത്തെ ഇറങ്ങി നേരെ സ്നോ ഫാന്റസിയിലേക്ക് പോയി. അവിടെ തണുപ്പ് മാത്രമല്ല കേട്ടോ, ഐസ് കൂടെ ഫീൽ ചെയ്യണം. കുടുംബത്തോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ പോയി നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ? നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? കോയമ്പത്തൂരിലെ ബ്രൂക്ക് ഫീൽഡ്സിലെ സ്നോ ഫാന്റസിയിലാണുള്ളത്. 2020 ഇതിവിടെ തുടങ്ങിയത്. കോവിഡിൻ്റെ ഒക്കെ സമയത്തായിരുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 550 രൂപ അഡൾട്ട്സിന്. എൻജോയ് -10 ഫൺ ഇൻ ഇന്ത്യാസ് ഫൈനസ്റ്റ് സ്നോ പാർക്ക്. നമ്മൾ എൻട്രി ചെയ്തു. അതിനുള്ളിലുള്ള റൈഡ്സ് ഒക്കെയാണ് അവിടെ കാണുന്നത്. ജാക്കറ്റ് കളക്ഷനിൽ പോയി ഒരു പാക്കറ്റ് തന്നു. നമ്മൾ അതിനകത്ത് നമ്മുടെ ചെരുപ്പും ഷൂ എല്ലാം അഴിച്ചിട്ടു. ഒരു ഹുഡുള്ള ജാക്കറ്റ്, ഒരു പെയർ സോക്സ്, ഒരു പെയർ ഗ്ലൗസ്, ഒരു പെയർ ഷൂസ്, ഇതെല്ലാം ആ ജാക്കറ്റ് കളക്ഷനിൽ നിന്ന് നമുക്ക് തന്നു. നമ്മളതെല്ലാം ഫിറ്റ് ചെയ്ത് അകത്തേക്ക് കയറി. അകത്ത് ശരിക്കും ഒരു ഫാൻറ്റസി വേൾഡാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതെ, ശരിക്കും സ്നോ ഫാൻറ്റസി. ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ മോളൊരു 2-2.5 വയസ്സായ കുട്ടിയായി മണ്ണ് വാരി എറിയുന്ന ലാഘവത്തോടെ മഞ്ഞ് വാരി എറിയാൻ തുടങ്ങി. ഇതേതൊരു കുഞ്ഞു കുട്ടി ഉണ്ടാക്കിയ വീടാണ്. നമ്മൾ നേരെ സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. മുകളിൽ കയറിയിട്ട് എന്താണെന്ന് നോക്കാം. അവിടെ ഡബിൾ ട്യൂബ് സ്ലൈഡ്സ് ഉണ്ട്. 2 തരം സ്ലൈഡ്സ് നമ്മളവിടെ കണ്ടു. ട്യൂബിനകത്ത് കയറിയിരിക്കുന്നതൊക്കെ കൊള്ളാം. അറിയാതെ നമ്മൾ കാലെടുത്ത് വെക്കുകയാണെങ്കിൽ തന്നെ സ്ലിപ്പായി ചോട്ടിലേക്ക് തലയും കുത്തി വീഴും. അത്ര സ്ലിപ്പറിയാണ്. മഞ്ഞല്ലേ, നല്ല സ്ലിപ്പറി ആയിട്ടുണ്ട്. പൊതുവെ മണൽ പോലെയുണ്ട് മഞ്ഞെങ്കിലും ചില സ്ഥലങ്ങളിൽ നോക്കി നടക്കണം, അല്ലെങ്കിൽ നമ്മൾ വഴുതി വീഴും. ഒന്ന് ശ്രദ്ധിച്ച് വേണം നടക്കാൻ. -10 ശുദ്ധമായ വെളുത്ത മഞ്ഞിൻ്റെ അന്തരീക്ഷം അനുഭവിക്കാം. കൂടാതെ നിറയെ മരങ്ങളും പൂക്കളും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട് ഇവിടെ. അതാ ആ മഞ്ഞു മലയ്ക്കപ്പുറത്ത് 2 പെൻഗ്വിൻ നിൽപ്പുണ്ട്. ഇതാ ഒരു സ്നോമേനെ നമുക്ക് കാണാം. ഇതിനടുത്ത് നിന്ന് നമുക്ക് കുറേ ഫോട്ടോസ് എല്ലാം എടുക്കാം. നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി പോവാം. സ്റ്റെപ്പിൽ നോക്കൂ, മഞ്ഞുണ്ട്. നല്ല ഉറഞ്ഞ മഞ്ഞാണ്, അതുകൊണ്ട് വഴുക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് വേണം സ്റ്റെപ്പ് കയറാൻ. മുകളിലും ഒരു വുഡൻ ഹൗസ് ഉണ്ട്. ആ വുഡൻ ഹൗസിലൂടെ കയറി ചെന്നാൽ നമുക്കൊരു തൂക്കുപാലത്തിലെത്താം. നല്ല രസമുള്ളൊരു തൂക്കുപാലമാണ്. ഇതിനു മുൻപ് മലമ്പുഴയിലാണ് നമ്മൾ ഇതുപോലൊരു തൂക്കുപാലത്തിൽ കയറിയിരിക്കുന്നത്. അത്ര വലുപ്പമൊന്നുമില്ല, കുഞ്ഞു തൂക്കുപാലാണ്. അപ്പോഴേക്കും DJ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിലുള്ള കുട്ടിയെ അത് പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. നല്ല സൗണ്ട് ഉണ്ട്. ഈ സ്നോ പാർക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ലൈറ്റും സൗണ്ടും എല്ലാം കാണുമ്പം അറിയാതെ ഒന്ന് ഡാൻസ് കളിച്ച് പോകും ആരാണെങ്കിലും. വുഡൻ ഹൗസ് നല്ല ഭംഗിയുണ്ട് ലൈറ്റിൽ. ഇതാ ഒരാൾ തുള്ളി നടപ്പുണ്ട്. ഈ വുഡൻ ഹൗസിനകത്ത് കുറച്ച് തണുപ്പ് കുറവാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഹോട്ട് ചോക്ലേറ്റ്, ഗ്രീൻ ടീ, ലെമൺ ടീ, കാർഡമൺ ടീ, ജിഞ്ചർ ടീ, സൂപ്പ് എല്ലാം ഇവിടെ കിട്ടും. ഇരുന്ന് കാപ്പി കുടിക്കാനായി നമുക്കിവിടെ ടയറുകളിൽ മനോഹരമായ ചെയർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 കോഫിയും ഒരു ഹോട്ട് ചോക്ലേറ്റും വാങ്ങിച്ചു. മരവിക്കുന്ന തണുപ്പിൽ ഇത് കിട്ടിയപ്പോഴേ എന്തൊരാശ്വാസമായിരുന്നറിയോ. വീഡിയോ എടുക്കാനായി നമ്മൾ ഗ്ലൗസ് ഒന്ന് പുറത്തെടുക്കല്ലേ, കൈ നല്ല ഐസ് പോലെ ഉണ്ടായിരുന്നു. നല്ല മരവിച്ചൊരു പരുവായിട്ടായിരുന്നു. വിരലുകൾക്കും മരവിപ്പ് ബാധിച്ചിട്ടുണ്ട്. മഞ്ഞിങ്ങനെ വാരി തലയിലിടുന്നുണ്ട്. ഇനി അത് പനി വരുമോയെന്ന് അറിയില്ല. ഇതൊരു റൈഡ് ഉണ്ട്. ചുമരുകളിൽ നല്ല ഭംഗിയിൽ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇഗ്ലു കണ്ടോ? നമുക്ക് ഇഗ്ലു ഒന്ന് നോക്കാം. അതിന് മുകളിലൊരു പുലി എന്തോ ഉണ്ട്. ഇഗ്ലു, മനോഹരമായൊരു ഇഗ്ലു അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്കൊന്ന് കയറി നോക്കാം. ലൈറ്റൊക്കെ ഉണ്ട്. തണുപ്പിനൊന്നും ഒട്ടും കുറവില്ല. ചേട്ടൻ കാപ്പി കുടി കഴിഞ്ഞതും ഇറങ്ങിപ്പോയി. മൂപ്പർക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ. ഞാനും മോളും മാത്രമേ ഇപ്പോൾ ഇതിനകത്തുള്ളൂ. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. മഞ്ഞ് മൂടിയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഫാൻറ്റസി ഭൂമിയിലാണ് നമ്മളിപ്പോൾ. നമുക്ക് കാശ്മീരിലോ സ്വിറ്റ്സർലാൻഡിലോ ഒന്നും ഇപ്പോൾ പോകാൻ നിവർത്തിയില്ല. ഒരുപാട് യാത്രയൊന്നും ചെയ്യാതെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് അവിടുത്തെ തണുപ്പും മഞ്ഞും ഇവിടെ അനുഭവിച്ചറിയാം. ശരിക്കും മനോഹരമായ ശൈത്യകാല പറുദീസയാണ് ഈ സ്നോ ഫാൻറ്റസി. ഇവിടെ ഊഞ്ഞാലുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളുണ്ട്, സ്ലൈഡുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇതെല്ലാം ആസ്വദിക്കാം. തണുത്ത് കൈവിറയ്ക്കുമ്പോൾ ഫോട്ടോസ് ഷേക്ക് ആവാതിരിക്കാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരാൾ. ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. ഇതിലേ നടക്കുമ്പോൾ നമ്മുടെ മേലെ മഞ്ഞ് വീഴും കേട്ടോ. അത് മഞ്ഞ് വീഴുന്നത് കണ്ടില്ലേ. പിന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ടൈം നമുക്കിതിനകത്ത് സ്പെൻഡ് ചെയ്യാം. കുടുംബവും സുഹൃത്തുക്കളുമായി ഇവിടെ എത്തിയാൽ നല്ലൊരു വൈബും ഫീലും കിട്ടും ഇതിനകത്ത്. അവളുടെ കപ്പാസിറ്റി കഴിഞ്ഞു. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറേ പേരുണ്ട് ഇറങ്ങാനായി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് എക്സിറ്റ്. നമ്മൾ പുറത്തിറങ്ങി. എനിക്ക് ഒട്ടും കണ്ണ് കാണുന്നില്ല, മൊത്തം വേപ്പറാണ് കണ്ണടിയിൽ. അവളുടെ കാലെല്ലാം മരവിച്ചിട്ടുണ്ട്.
അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.